ബലിയുടെ യോഗ്യതയാൽ രക്ഷിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇത് പീഡാനുഭവ വെള്ളി. മനുഷ്യനെ വില കൊടുത്ത് വീണ്ടെടുത്ത പുണ്യദിനത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന ദിനം. സകന കട്ടിലൊരുക്കി ആ കട്ടിലിൽ പുത്രനെ കിടത്തി ആ സഹനത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും പുത്രന്മാരായി വീണ്ടെടുക്കാൻ പരമപിതാവായ ദൈവം കാണിച്ച ആ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ ശിരസ് കുമ്പിട്ടുകൊണ്ട് നമുക്കായിരിക്കാം. ഇന്ന് ഒരുപക്ഷെ കണ്ണീരിൻ്റെ ഒരു വലിയ കാസയിൽ നിന്ന് എന്നെ തമ്പുരാൻ രക്ഷിച്ചതിന് ഞാൻ ഈ അവസരം നന്ദി പറയുകയാണ്. ഇന്ന് വെളുപ്പിനെ 5 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് കോള് വന്നു. ചേട്ടൻ്റെ മോനാണ് വിളിച്ചത്. പെങ്ങൾക്കും അളിയനും കൊച്ചിനും വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. ഇത് കേട്ട് എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. തെരുതെരെ ഞാൻ കോളുകൾ നാട്ടിലേക്ക് തിരിച്ചു വിളിച്ചു. വിളിക്കുമ്പോൾ പറയുന്നത് പെങ്ങളെ സ്കാനിങ്ങിന് കയറ്റിയിരിക്കുന്നു, എന്താണെന്നും അറിയത്തില്ല, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്, ഹോസ്പിറ്റലൊക്കെ അടവാണ്. ദൈവത്തോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ദുഃഖവെള്ളിയാഴ്ച നീ എനിക്കൊരുക്കിയിരിക്കുന്ന കണ്ണീര്, ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പെങ്ങളെയും എൻ്റെ അളിയനെയും അവരുടെ കുഞ്ഞുമോനെയും എടുത്തുകൊണ്ടാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മറുപടി വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, യാതൊരു കുഴപ്പമില്ല. രാവിലെ കാഞ്ഞങ്ങാട് പള്ളിയിൽ പീഡാനുഭവ ചരിത്രം വായിച്ചത് അളിയനായിരുന്നു, ലേഖനം വായിച്ചത് പെങ്ങളും. വായന കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിൽ വീടിൻ്റെ തൊട്ട് അടുത്ത് എത്തിയ നിമിഷം അളിയൻ അല്പം ഒന്ന് കണ്ണ് ചിമ്മി. വണ്ടി എതിർദിശയിലേക്ക് പോയി. എതിർദിശയിൽ നിന്ന് വന്ന അയൽവാസിയുടെ ഒരു വണ്ടിയിൽ തന്നെ ഇത് പോയി ഇടിച്ചു. വാട്സപ്പിലൊക്കെ അതിൻ്റെ ചിത്രം കിടപ്പുണ്ട്. ചിത്രം കാണുമ്പോൾ ഞാൻ ഓർത്തു, ഒരുപക്ഷെ എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം വാട്സപ്പിലൂടെ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ വേണ്ടി എനിക്ക് തന്ന സന്ദേശമായിരിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും അളിയനെ വിളിച്ച് ഉറപ്പ് വരുത്താൻ. അളിയൻ പറഞ്ഞു, അച്ചോ പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഈ നിമിഷം ഞാനിവിടെ നിൽക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. കാരണം സഹനത്തിൻ്റെ വലിയ ഒരു കാസയിൽ നിന്ന് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എന്നെ കൈപിടിച്ച് മാറ്റിവിട്ടു. എന്തിനു വേണ്ടിയെന്നാൽ ഈശോയ്ക്ക് വേണ്ടി സഹനം ഏറ്റെടുക്കുമ്പോൾ നീ അധികം സഹിക്കേണ്ടി വരില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. അതിന് ഈ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ പറഞ്ഞിരുന്ന ദുഃഖവെള്ളിയാഴ്ചയാണ്, സഹന വെള്ളിയാഴ്ചയാണ്. സഹനത്തിലൂടെ നമ്മെ വീണ്ടെടുത്ത പുത്രനായ ഈശോയെ അനുസ്മരിച്ചുകൊണ്ട് സഹനങ്ങളെ എപ്രകാരം സ്വാഗതം ചെയ്യണമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്ന, സ്വർഗം നമ്മെ പഠിപ്പിക്കുന്ന പുണ്യദിനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27-ാം വാക്യം എടുത്തു കഴിഞ്ഞാൽ നാം ഇപ്രകാരമാണ് കാണുന്നത്: അവൻ ആത്മാവിൽ അസ്വസ്ഥനാകുന്ന ഒരു പുത്രനായ ഈശോയെ നമ്മളോട് കാണും. എന്നിട്ട് ഈ പുത്രൻ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പരമപിതാവിനോട് ഇപ്രകാരം പറയുകയാണ്, പിതാവേ, മടുത്തു, എനിക്കിത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, എനിക്കിതിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. അടുത്ത ക്ഷണത്തിൽ യേശുതമ്പുരാൻ തന്റെ വരവിന്റെ ലക്ഷ്യം ഉള്ളിൽ ഗ്രഹിച്ച് പറഞ്ഞു, പിതാവേ, ഞാൻ അങ്ങ് എന്നെ മഹത്വപ്പെടുത്തണമേ.
ഈ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗത്തിൽ നിന്ന് പരമപിതാവായ ദൈവം പുത്രനായ ഈശോയ്ക്ക് വേണ്ടി ഇടിമുഴക്കത്തോടെ ഒരു സംസാരം നടത്തി. സംസാരം കേട്ട ജനം വിളിച്ചു പറഞ്ഞു, ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ വേറെ ചിലർ പറഞ്ഞു, ഇടിമുഴക്കമല്ല, ഒരു മാലാഹ അവനോട് സംസാരിച്ചു. പക്ഷെ അതിന്റെ അവസാനം ഈശോ പറയുകയാണ്, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ സ്വരം മുഴങ്ങിയത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. കാരണം ഈ ലോകത്തിന്റെ അധികാരി ഇതാ വിധിക്കപ്പെടാൻ പോകുന്നു. ഈ ലോകത്തിന്റെ അധികാരി ഇതാ വിധിക്കപ്പെടാൻ പോകുന്നു. ആരുടെ കൈകളിലൂടെയാ? വിധിക്കാൻ അവകാശമില്ലാത്ത മനുഷ്യന്റെ കരങ്ങളിലൂടെ ഇതാ ഈ ലോകത്തിന്റെ അധികാരിയെ വിധിക്കാൻ പോകുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, മക്കളെ, നിങ്ങൾ പ്രകാശത്തിൽ ജീവിക്കണം. പ്രകാശത്തിൽ പ്രകാശമുള്ളപ്പോൾ ജീവിക്കണം. അന്ധകാരത്തിൽ ജീവിച്ചാൽ നിങ്ങൾ തട്ടിവീഴും. യേശുവിന്റെ കുരിശു കാണിച്ച് പിതാവായ ദൈവം നമ്മോട് പറയുന്ന മനോഹരമായ സന്ദേശം ഇതാണ്. ഈ കുരിശിനെ നോക്കി, ഈ കുരിശിനെ നോക്കി, സ്വർഗത്തെ നോക്കി നീ യാത്ര ചെയ്താൽ നീ തട്ടിവീഴില്ല, തകരില്ല എന്ന്. പ്രിയമുള്ളവരെ, പരമപിതാവിന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചിലപ്പോഴെങ്കിലുമൊക്കെ പുത്രനായ ഈശോ മുന്നിൽ നിൽക്കുമ്പോൾ പരമപിതാവിനെ മറന്നുപോകുന്നു. പക്ഷെ പരമപിതാവിനോട് നമുക്ക് നന്ദി പറയണം. കാരണം ഇത്രയും നല്ല ഒരു പുത്രനെ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീരാൻ കാൽവരിയിൽ യാഗം ചെയ്ത പുത്രനെ തന്ന പരമപിതാവിന് നന്ദി പറയേണ്ട മനോഹരമായ ഒരു ദിവസമാണിന്ന്. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് ഈശോ ആത്മാവിൽ അസ്വസ്ഥനായത്? ഈ കുരിശിന്റെ പാടുപീടുകൾ അനുസ്മരിച്ച് ഒത്തിരിയേറെ യാത്ര ചെയ്ത് ക്ഷീണിതരായി ഈ കുരിശിനെ ചുവട്ടി നിൽക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, യേശു തമ്പുരാൻ എന്തിനു വേണ്ടി അസ്വസ്ഥനായി? നമുക്കൊരു പാഠം തരാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആ പാഠം? നിനക്ക് അസ്വസ്ഥതയുണ്ടാകുമ്പോ, നിനക്ക് രോഗമുണ്ടാകുമ്പോൾ, നിനക്ക് നിരാശയുണ്ടാകുമ്പോ നീ നോക്കണം, എങ്ങോട്ടേക്ക് നോക്കണം? ഈശോ പഠിപ്പിക്കുകയാണ്. നിനക്ക് അസ്വസ്ഥതയുണ്ടാകുമ്പോൾ, നിനക്ക് രോഗമുണ്ടാകുമ്പോൾ, നിനക്ക് ദുരിതമുണ്ടാകുമ്പോൾ നീ നോക്കണം, എങ്ങോട്ടേക്ക് നോക്കണം? സ്വർഗത്തിലേക്ക് നോക്കുക. പുത്രനായ ഈശോ കാണിച്ചു തന്നത്. അവൻ അസ്വസ്ഥനായി കഴിഞ്ഞപ്പോ അവൻ സ്വർഗത്തിലേക്ക് നോക്കി പരമപിതാവിനോട് പറഞ്ഞു, പിതാവേ, അങ്ങ് ഈ പുത്രനെ മഹത്വപ്പെടുത്തണമേ. പിതാവായ ദൈവം എന്താ പറഞ്ഞത്? പുത്ര, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളിയുടെ മനോഹരമായ സന്ദേശം ഇതാണ്. നമ്മളൊക്കെ പരാതി പറയുന്നവരാണ്. രോഗങ്ങളുടെ നടുവിൽ, അസ്വസ്ഥതകളുടെ നടുവിൽ, ജോലിയില്ലായ്മയുടെ നടുവിൽ, കടബാധ്യതയുടെ നടുവിൽ, മക്കൾ ഉപേക്ഷിച്ചു പോകുമ്പോഴൊക്കെ നമ്മൾ അസ്വസ്ഥരാകും. ഈ അസ്വസ്ഥതയുടെ അവസാനം എവിടേക്ക് നമ്മൾ പോകും? നമ്മൾ കുരിശിന്റെ വഴിയിൽ കേട്ടു, ചിലപ്പോഴെങ്കിലുമൊക്കെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് നമ്മൾ യാത്രയാവും. പക്ഷെ ഈശോ പറയുകയാണ്, മക്കളെ, നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാവും. ഈ അസ്വസ്ഥത ഉണ്ടാവുമ്പോ നീ എന്തു ചെയ്യണം? സ്വർഗത്തെ നോക്കണം, പിതാവായ ദൈവത്തെ നോക്കണം. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പുത്രനായ ഈശോയെ നോക്കണം. അവൻ നിങ്ങളെ പഠിപ്പിക്കും. എന്ത് പഠിപ്പിക്കും? അവൻ പറയും, ഈ സഹനങ്ങളിലൂടെ കുഞ്ഞെ നിന്നെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഈ സഹനങ്ങളിലൂടെ കുഞ്ഞെ സ്വർഗത്തെ നീ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിനക്കുള്ള പ്രതിഫലം ഈ ലോകത്തിലല്ല, പിന്നെ എവിടെയാണ്? സ്വർഗത്തിലാണ്. നിനക്കുള്ള പ്രതിഫലം, നിനക്ക് ഞാൻ തരുന്ന സഹനങ്ങളെ, രോഗങ്ങളെ, ദുരിതങ്ങളെ സ്വർഗത്തിലേക്ക് നോക്കി നീ ഏറ്റെടുത്താൽ നിന്നെ ഞാൻ മഹത്വപ്പെടുത്തും. നിനക്കുള്ള പ്രതിഫലം ഇവിടെ ആയിരിക്കില്ല, പിന്നെ എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കും. അതാണ് പ്രിയമുള്ളവരെ, പുത്രനായ ഈശോയുടെ ആ ആത്മസംഘർഷത്തിന്റെ നിമിഷത്തെ ആ നോട്ടത്തിലൂടെ തമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അച്ഛാ, സ്വർഗം കിട്ടുമോ? അച്ഛാ, സ്വർഗം കിട്ടുമോ? അതെയോ, എന്റെ അവസ്ഥ എവിടെയായിരിക്കും? നരകത്തിലായിരിക്കുമോ? ഈശോ തമ്പുരാൻ അല്ലെങ്കിൽ പരമപിതാവായ ദൈവം ഈ ഈശോയെ ചൂണ്ടിക്കാട്ടി നമ്മോട് പറയും. എന്താ പറയുന്നറിയാവോ? ഏറ്റു പറഞ്ഞാൽ, എടുത്തു പറഞ്ഞാൽ, അവന്റെ പുറകെ പോയാൽ സ്വർഗം നിനക്കുറപ്പാ. പുത്രനായ ഈശോയെ മുന്നിൽ നിർത്തി പരമപിതാവായ ദൈവം നമ്മോട് പറയുകയാണ്, കുഞ്ഞേ, ഏറ്റു പറഞ്ഞാൽ, എടുത്തു പറഞ്ഞാൽ
അവന്റെ പുറകെ പോയാൽ, മനം നൊന്ത് കരഞ്ഞാൽ സ്വർഗം നിനക്കുറപ്പാ. ഇനി ഏറ്റു പറയാതെ മാറി നടന്നാലോ? ഏറ്റു പറയാതെ ഒറ്റിക്കൊടുത്താലോ? ഏറ്റു പറയാതെ ഓടി ഒളിച്ചാലോ? നിനക്ക് തീരുമാനിക്കാം, നരകം ഉറപ്പാ. ഏറ്റു പറഞ്ഞ് എടുത്തു പറഞ്ഞ് അവന്റെ പുറകെ പോയി മനം നൊന്ത് കരഞ്ഞാൽ, പ്രിയമുള്ള കുഞ്ഞെ, നിനക്കുറപ്പാണ് സ്വർഗം. ഏറ്റു പറയാതെ തള്ളിപ്പറഞ്ഞ് ഓടി ഒളിച്ച് ഒറ്റിക്കൊടുത്ത് മാറി നടന്നാൽ ഉറപ്പാണ് നിനക്ക് നരകം. ഏത് വേണം? തീരുമാനിക്കാം. നമുക്ക് തീരുമാനിക്കാം. ദുഃഖവെള്ളി ഒത്തിരി നമ്മൾ ആചരിക്കുന്നുണ്ട്. ദുഃഖവെള്ളിയുടെ ചടങ്ങുകളിലൂടെ നമ്മൾ ഒത്തിരി കടന്നു പോകുന്നുണ്ട്. അല്പം കഴിയുമ്പോൾ കയ്പ് നീരൊക്കെ നമ്മൾ മട്ടുവരെ കുടിച്ചു തീർക്കും. പക്ഷേ ഈ ദുഃഖവെള്ളിയാഴ്ച തമ്പുരാൻ നമ്മോട് പറയുന്ന, നമ്മൾ സാധാരണ തമ്പുരാനോട് ചോദിക്കുന്നത്, ഇന്ന് തമ്പുരാൻ പറയുകയാണ്, നിനക്ക് തീരുമാനിക്കാം, സ്വർഗം വേണോ നരകം വേണോ? ഏറ്റു പറഞ്ഞ് എടുത്തു പറഞ്ഞ് അവന്റെ കൂടെ പോയാൽ, മനം നൊന്ത് കരഞ്ഞാൽ സ്വർഗം കുഞ്ഞെ നിനക്കുറപ്പാ. ഞാൻ ചുമ്മാ പറഞ്ഞ വചനമല്ലല്ലോ. ഏറ്റു പറഞ്ഞവര്, മനം നൊന്ത് കരഞ്ഞവർ സ്വർഗം നേടിയില്ലേ? കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്തിട്ട് കടന്നു വരിക നമ്മൾ. ഒരു വേള തള്ളിപ്പറഞ്ഞു എങ്കിൽ തന്നെയും മനം നൊന്ത് കരഞ്ഞ പത്രോസ്ലീഹ സ്വർഗം പിടിച്ചടക്കി. ഇല്ലയോ? ഇല്ലയോ? വയലിലൂടെ മടുത്തു വന്ന ശമയോൻ കുരിശ് താങ്ങി എന്ന ഒറ്റ കാരണത്താൽ സ്വർഗം നേടിയെടുത്തു. ജനക്കൂട്ടത്തിന് നടുവിലൂടെ കരഞ്ഞുകൊണ്ട് ഓടി വന്ന വേറോനിക്ക എന്ന് പറയുന്ന സ്ത്രീ, അവൾ സ്വർഗം കവർന്നെടുത്തു. ജെറുസലേം നഗരിയിലെ സ്ത്രീകൾ, അവർ സ്വർഗം കവർന്നെടുത്തു. പിതാവേ, നീ പർദീസായിലായിരിക്കുമ്പോ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞ നല്ല കള്ളൻ, അവൻ സ്വർഗം കവർന്നെടുത്തു. ഇതാ എന്റെ ഈശോയെ പുരട്ടാനുള്ള സുഗന്ധ തൈലം എന്ന് പറഞ്ഞ് കടന്നു വന്ന നിക്കോദേമോസ്, അവൻ സ്വർഗം കവർന്നെടുത്തു. എന്റെ കല്ലറ എന്ന് പറയുന്നത് അത് ആർക്കും വേണ്ടിയുള്ളതല്ല, മറിച്ച് എന്റെ പൊന്നേശുവൻ എന്ന് പറഞ്ഞ അരിമത്യക്കാരൻ ജോസഫ് സ്വർഗം കവർന്നെടുത്തു. അതേ പ്രിയമുള്ളവരെ, ഏറ്റു പറഞ്ഞാൽ, അവന്റെ പുറകെ പോയാൽ, അവന്റെ മുമ്പിൽ വന്ന് മനം നൊന്തൊന്ന് കരഞ്ഞാൽ, ദൈവം നമുക്ക് ഉറപ്പ് തരുന്നു, നിനക്ക് സ്വർഗം ഉറപ്പാ. എന്നാൽ നീ ഈ പറയുന്നവരെ ബലം പിടിച്ച് യാതൊരു ചാഞ്ചല്യവുമില്ലാതെ ഈ കല്ലിന് കാറ്റു പിടിച്ചാൽ എന്ന പോലെ ഇരുന്നാലോ, ഉറപ്പാ നിനക്ക് എവിടം? നരകമാ. ഓർത്തെ, യൂദാസിന് എന്താ പറ്റിയത്? ഈ യൂദാസും പത്രോസും ചെയ്തത് ഒരേ പ്രവൃത്തി തന്നെയാ. യൂദാസ് ഒറ്റിക്കൊടുത്തു, പത്രോസ് തള്ളി പറഞ്ഞു. യൂദാസിന് എന്ത് സംഭവിച്ചു? അവൻ ബലം പിടിച്ചു നിന്നു, തെറ്റിനോർത്ത് മനസ്തപിച്ചില്ല. അവൻ പോകേണ്ട സ്ഥലത്തേക്ക് പോയില്ല. അവൻ എങ്ങോട്ടേക്കാ പോയത്? കയ്യാപ്പായുടെ ഭവനത്തിലേക്ക് പോയി, പീലാത്തോസിന്റെ ഭവനത്തിലേക്ക് പോയി. അവിടെ വല്ലതും ഉണ്ടോ? ഒന്നും കിട്ടൂല. കാര്യം കഴിയുമ്പോ കറിവേപ്പല പോലെ വലിച്ചു ദൂരെ എറിയും. കയ്യാപ്പാസ് കൈയൊഴിഞ്ഞു, യൂദാസ് പെരുവഴിയിൽ. അതല്ലേ സംഭവിച്ചത്? കയ്യാപ്പാസ് കൈയൊഴിഞ്ഞു. കയ്യാപ്പാസിന്റെ തൊഴിലെന്നാ? കയ്യാപ്പാസ് എന്ന പേരിന്റെ അർത്ഥം എന്നാ? കൈയൊഴിയുന്നവനെന്നാ. അവൻ അവസരം വരുമ്പോൾ കൈയൊഴിയും, കൂടെ നിൽക്കുന്നു എന്നൊക്കെ കാണിക്കും. പക്ഷേ അവസരം വരുമ്പോ അവൻ കൈയൊഴിയും. യൂദാസിനെ കൈയൊഴിഞ്ഞു, കയ്യാപ്പാസ് കൈയൊഴിഞ്ഞു, യൂദാസ് പെരുവഴിയിൽ. ഞാൻ കരുതുകയാണ്, ഈ പത്രോസ് സ്വർഗം കവർന്നെടുത്തതുപോലെ ഈ യൂദാസ് തമ്പുരാന്റെ മുന്നിൽ പോയി ഒന്ന് മനം നൊന്ത് കരഞ്ഞിരുന്നെങ്കിൽ അവനും സ്വർഗം നേടിയെടുത്തേനെ. പ്രിയമുള്ളവരെ, പീലാത്തോസിന് സത്യം എന്താണെന്നറിയാം, സത്യം എന്താണെന്ന് അവനറിയാം. പക്ഷേ എന്തിനു വേണ്ടി അവൻ ഈശോയെ പടത്തിൽ വിധിച്ചു? തന്റെ അധികാരം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി. അതേ പ്രിയമുള്ളവരെ, നമുക്ക് തീരുമാനിക്കാം, സ്വർഗം വേണോ നരകം വേണോ? ദുഃഖവെള്ളി എന്ന് നമ്മോട് ചോദിക്കുന്ന മനോഹരമായ ചോദ്യം ഇതാ. തന്റെ പുത്രനായ യേശുവിന്റെ മരക്കുരിശ് ചൂണ്ടിക്കാണിച്ച് പിതാവായ ദൈവം നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ വയ്ക്കുന്നു. നിനക്ക് തീരുമാനിക്കാം, നിനക്ക് സ്വർഗം വേണോ നരകം വേണോ? നിന്റെ സ്വാതന്ത്ര്യമാണ്. തമ്പുരാൻ പറഞ്ഞില്ലേ, ഇവിടെ നന്മയുണ്ട് തിന്മയുണ്ട്. നിനക്ക് തീരുമാനിക്കാം, സ്വർഗം വേണോ നരകം വേണോ, നന്മ വേണോ തിന്മ വേണോ. ജീവിതത്തിന്റെ വാരാന്ത്യത്തോട് അടുക്കുന്ന മത്തായി ചേട്ടൻ, അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ട്. എൻ്റെ ജീവിത അവസാനം
ഞാൻ സ്വർഗത്തിൽ ചെല്ലുവോ നരകത്തിൽ ചെല്ലുവോ? അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ട്. അദ്ദേഹം എന്നും ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ, കണക്കമ്പിള്ളയായ പത്രോസിനെ ഒരിക്കൽ എനിക്കൊന്ന് കാണണം. അത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആയിരിക്കണം. അതുകൊണ്ട് ഈ പത്രോസിനെ ഒന്ന് എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞു വിടണം. നമുക്കറിയാം ഈശോ പറഞ്ഞ വാക്യം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. പല പ്രാവശ്യം ഈ മത്തായി ചേട്ടൻ മുട്ടി. അവന്റെ മുട്ടൽ കൂടിക്കൂടി വന്നപ്പോൾ ഒരു ദിവസം ദൈവം ഈ പറയുന്ന പത്രോസ്ലീഹായെ ഈ പറയുന്ന മത്തായി ചേട്ടൻ്റെ അടുക്കലേക്ക് അയച്ചു. മത്തായി ചേട്ടൻ കണക്കമ്പിള്ളയായ പത്രോസിനോട് ചോദിച്ചു, അല്ലയോ പത്രോസേ, സ്വർഗത്തിന്റെ താക്കോല് നിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കണക്ക് പുസ്തകം ഒന്ന് കാണണം. നീ നല്ല കണക്ക് അറിയാവുന്നയാളാണ്. എൻ്റെ കണക്ക് പുസ്തകം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ കണക്ക് പുസ്തകം കാണണം. ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ? മത്തായി ചേട്ടൻ്റെ പിടിവാശിക്ക് മുമ്പിൽ പത്രോസ്ലീഹ കീഴടങ്ങി കണക്ക് പുസ്തകം മലക്കെ തുറന്നപ്പോൾ കാണുന്ന കാഴ്ച വെട്ടിയും കുത്തിയും ഇട്ടിരിക്കുന്നു. പത്രോസ്ലീഹായോട് മത്തായി ചേട്ടൻ ചോദിച്ചു, അല്ല, നീ കണക്കൊക്കെ മറന്നുപോയോ? കാരണം നീ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. കൃത്യമായി വലയിൽ കുടുങ്ങുന്ന മത്സ്യത്തിന്റെ എണ്ണം നിനക്കറിയാം, അതിനിടേണ്ട വിലയും നിനക്കറിയാം, അത് കൃത്യമാണ്. അപ്പോ നീ കണക്ക് മറന്നോ? ഈ തമ്പുരാന്റെ കൂടെ കൂടിയിട്ട് നീ കണക്ക് മറന്നോ? മറക്കാൻ സാധ്യതയില്ല. തന്നെയുമല്ല, 5 അപ്പവും 2 മീനും ഇതൊക്കെ വർദ്ധിച്ചപ്പോൾ എത്ര കുട്ട വന്നു എന്ന് കൃത്യമായി നീ എടുത്തു വച്ചവനാണ്. അതോടൊപ്പം നീ ചോദിച്ചു, ഞാൻ എത്ര പ്രാവശ്യമാണ് ക്ഷമിക്കേണ്ടത്? 7 ആണോ? കൃത്യമായി കണക്ക് നിനക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാ എന്റെ കാര്യം വന്നപ്പോ ഈ കണക്ക് പുസ്തകത്തിൽ ഇങ്ങനെ വെട്ടി തിരുത്തി ഇട്ടിരിക്കുന്നത്? അതിന് പത്രോസ്ലീഹ മത്തായി ചേട്ടനോട് ഇങ്ങനൊരു മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത്. നീ പുതുവർഷം ആരംഭിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കും. എന്താ തീരുമാനം? ഞാനിനി മദ്യപിക്കില്ല, പുകവലിക്കില്ല. ശരി, അതൊരു 4-5 ദിവസം അങ്ങ് പോകും. പോയി കഴിയുമ്പോൾ എന്ത് എടുക്കും? ശങ്കരൻ വീണ്ടും തെങ്ങേല്. അപ്പോ ആദ്യം ഞാൻ എഴുതി, പിന്നെ എന്ത് ചെയ്തു? ഞാൻ വെട്ടി. രണ്ടാമത് ദുഃഖ വെള്ളിയാഴ്ച. ഞാൻ തമ്പുരാനെ തള്ളിപ്പറഞ്ഞവനാ. അതുകൊണ്ട് ചങ്കൂറ്റത്തോടെ നീ പറയും, ഞാൻ പത്രോസാവില്ല. ഈ ദുഃഖ വെള്ളിയാഴ്ച ഈ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ഞാൻ എടുക്കുന്ന തീരുമാനമാണ്, ഞാൻ എൻ്റെ ഈശോയെ തള്ളിപ്പറയില്ല. നല്ല കാര്യം. 3-4 ദിവസം കഴിയും, നീ വീണ്ടും തള്ളിപ്പറയും. എഴുതിയ ഞാൻ എന്ത് ചെയ്തു? വെട്ടി തിരുത്തി. വീണ്ടും നിനക്കൊരു സ്വഭാവമുണ്ട്, മറ്റുള്ളവരുടെ വളർച്ചയെ നിനക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നീ ഇങ്ങനെ പുറമോടി അടിച്ചു നടക്കും. അയൽവാസിയുടെ വളർച്ചയിൽ ദുഃഖം അനുഭവിക്കുന്ന നീ രാത്രിയിൽ എന്തു ചെയ്യും? അവൻ നടുന്ന പച്ചക്കറിക്ക് ചൂടുവെള്ളം ഒഴിച്ച് അതിനെ നീ ഉണക്കും. അതുകൊണ്ട് നിനക്ക് സർട്ടിഫിക്കറ്റ് തന്നത് ഞാൻ അങ്ങ് തിരുത്തി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹായോട് ഈ പറയുന്ന മത്തായി ചേട്ടൻ ചോദിച്ചെന്നാണ് പറയുന്നത്, അതൊക്കെ ശരിയാണ്, ഇനിയും എനിക്ക് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുമോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? പത്രോസ്ലീഹായോട് മത്തായി ചേട്ടനോട് പറഞ്ഞു, മോനെ, ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ഏറ്റുപറച്ചിൽ നടത്തി ആ തമ്പുരാന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ചാൽ നിനക്ക് സ്വർഗമുറപ്പാണ്. ഞാൻ അങ്ങനെ പിടിച്ചെടുത്തവനാണ്, അനുഭവത്തിൽ നല്ല കാര്യങ്ങൾ പറയുന്നത്. തമ്പുരാൻ എന്താ ചെയ്തത്? ഈ പത്രോസ്ലീഹ ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. ഈ തമ്പുരാനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? സംഗതി മോശമാകുന്നു കണ്ടു കഴിഞ്ഞപ്പോ പത്രോസ്ലീഹ എന്ത് ചെയ്തു? വിവേകം ഉപയോഗിച്ചു. എന്താ അവൻ ചെയ്ത വിവേകം? തമ്പുരാൻ കാണുക പുറത്തേക്കൊന്ന് ചാടിയിട്ട് എന്താ ചെയ്തത്? ഹൃദയം നുറങ്ങി ചങ്കത്തടിച്ച് മാറത്തടിച്ച് അലറി നിലവിളിച്ചു, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. തമ്പുരാൻ എന്താ ചെയ്തത്? വേദനയുടെ നടുവിലും അവനെ തിരിഞ്ഞൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു. എവിടെയാ? സ്വർഗത്തിലാണ്. അതേ പ്രിയമുള്ളവരെ, നമുക്ക് സ്വർഗം കിട്ടും.
കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഓടി ഒളിക്കരുത്, തള്ളി പറയരുത്. തള്ളി പറഞ്ഞേക്കാം, പക്ഷെ ചെയ്യണം. തിരികെ വരണം. തമ്പുരാന്റെ പക്കലേക്ക് മടങ്ങി വരാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ സ്വർഗം നമുക്ക് ഉറപ്പാണെന്ന് ഈശോ ഇന്ന് ഈ ദിനത്തിൽ പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യം: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ എന്താക്കി? നമുക്ക് രക്ഷയായി. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം നേടി. അതേ പ്രിയമുള്ളവരെ, നമ്മൾ സൗഖ്യമാക്കപ്പെട്ടതും നമ്മൾ രക്ഷിക്കപ്പെട്ടതും അവന്റെ മുറിവിനാലാണ്. അങ്ങനെയെങ്കിൽ ഇനിയും അവന് മുറിവ് കൊടുക്കരുത്. നമുക്ക് തിരികെ വരാം. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ പറയുന്നത്, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ഈ ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പാരമ്യമാണ് ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോ. ഈ തൂങ്ങിക്കിടകൾ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്കറിയാമല്ലോ, കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ പയ്യൻ കടന്ന കിടപ്പേ, ആ കടന്ന കിടപ്പ് അതുപോലെയൊന്നും അല്ല ഈശോ കടന്നത്. നമ്മൾ ഓർക്കണം, അത് കടന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നെ ആ നെഞ്ചിലേക്ക് വാരിപ്പകരാനാണ്. നമ്മുടെ ധ്യാനത്തിൽ കേട്ടു, ഈ കുരിശിൻ്റെ മറുവശമുണ്ട്. എന്താണ് കുരിശിൻ്റെ മറുവശം? എനിക്കുള്ള കട്ടിലാണ് ഈ കുരിശിൻ്റെ മറുവശം. കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ കുരിശിൻ്റെ മറുവശം എന്ന് പറയുന്നത് പിതാവായ ദൈവം. ഞാൻ ഈ പ്രാവശ്യം വീട് വെച്ചിരിക്കാൻ ചെന്നത് ഏതോ ഒരു വീട്ടിൽ ഈ മെസ്സേജ് കേട്ട ആള് ഈ ഒരു ചിത്രം കിട്ടിയപ്പോൾ അത് മേടിച്ച വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആരുടെ വീടാണെന്ന് എനിക്കറിയില്ല. പരമപിതാവായ ദൈവം പുത്രനായ ഈശോ കിടക്കുന്ന ആ കുരിശിൻ്റെ മറവിൽ നിൽക്കുന്ന മനോഹരമായ ചിത്രം. ഈ പ്രാവശ്യം പറയാൻ സന്ദേശം ഇതാണ്. അച്ഛൻ പറഞ്ഞതിനോട് ചേർത്ത്, ഈ കുരിശിൻ്റെ മറവിൽ നമുക്കൊരു കട്ടിലുണ്ട്. ആ കട്ടിൽ ആരും എടുത്തു മാറ്റില്ല. ആ കട്ടിലിൽ നിന്ന് ആരും നമ്മെ വലിച്ച് താഴെ ചാടിക്കില്ല. കാരണം ആരാ നമ്മുടെ ബലം? ഈശോയാണ് നമ്മുടെ ബലം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പുത്രനായ ഈശോയുടെ യാഗ